Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോ ട്ടോ. Good afternoon, everyone. Dear God, thank you for this opportunity to learn and grow. Please guide us in our online journey. Bless our teacher and classmates with wisdom, patience, and understanding. May we support one another and learn together in harmony. Thank you. Signing and thought of the day prepare ചെയ്തിട്ടുണ്ടോ? Thought of the day, ma'am. പറഞ്ഞോ ട്ടോ. Trust yourself. Self-love is important. Thank you. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് സെമിനാർ തന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട്? ആർക്കൊക്കെയായിരുന്നു സെമിനാർ? ഞാനത് എഴുതി വെച്ചതേ വിട്ടു പോയടോ. ആരാന്നൊന്ന് പറയാവോ? എയർ പൊല്യൂഷൻ ആരോട് എടുക്കാൻ പറഞ്ഞേ? മിസ്, എനിക്ക് സൗണ്ട് പൊല്യൂഷൻ ആണ് തന്നത്. എയർ പൊല്യൂഷൻ ഞാനാണ് മിസ് സുബിത. ഓക്കെ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഞാൻ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ യൂണിറ്റിൽ കിട്ടാത്തത്? ഗുഡ് മാനേഴ്സിന്റെ കിട്ടിയോ? മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ലേ? ഇല്ല ടീച്ചർ കിട്ടിയിട്ട്. ഗുഡ് മാനേഴ്സിന്റെ വന്നിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ആ, റിപ്പോർട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഇട്ടിട്ടുണ്ടാവില്ല. ഇല്ല. ഓക്കെ, ബാക്കി പാർട്ട് 2 എല്ലാം കംപ്ലീറ്റ് അല്ലേ മോക്ക് ടെസ്റ്റുകള്? അത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞാണല്ലോ, അപ്പൊ അത് ഓക്കെ. യൂണിറ്റ് 9 മാത്രമേ ഇടാനുള്ളൂ അല്ലെ? ഓക്കെ, സെമിനാർ എടുത്തോട്ടെ സുബിത. വായുമലിനീകരണം ലോകം നേരിടുന്ന ആഗോളമായ മാരക ഒരു പ്രശ്നമാണ് വായുമലിനീകരണം. വെള്ളമില്ലാതെ മനുഷ്യന് ഒരാഴ്ച വരെയും ഭക്ഷണമില്ലാതെ 3 ആഴ്ച വരെയും ജീവിക്കാം. എന്നാൽ ശുദ്ധവായു ലഭിക്കാതെ 5 മിനിറ്റിൽ കൂടുതൽ മനുഷ്യന് ജീവൻ നിലനിർത്താൻ സാധ്യമല്ല. പല വിധത്തിലാണ് വായുമലിനീകരണം ഉണ്ടാകുന്നത്. മനുഷ്യനും ജന്തുക്കൾക്കും ഹാനികരമായ വാതകങ്ങൾ അന്തരീക്ഷ വായുവിൽ കലരുന്നതിനെയാണ് വായുമലിനീകരണം എന്ന് പറയുന്നത്. ഓക്സിജന്റെ അളവ് അന്തരീക്ഷത്തിൽ 21% സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് വഴിയാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വാതകങ്ങൾ, വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ അന്തരീക്ഷത്തിൽ കലരുന്നതാണ് മലിനീകരണത്തിന് കാരണമാകുന്നത്. ഇങ്ങനെ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡും അന്തരീക്ഷ വായുവിൽ കലർന്ന് ആസിഡ് മഴയ്ക്ക് വരെ കാരണമാകാറുണ്ട്. നമ്മുടെ രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയാണ് ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന നഗരം. കാർഷിക മേഖലകളിൽ നിന്നും വരുന്ന അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് മൂലമാണ് ന്യൂഡൽഹി പോലെയുള്ള വലിയ നഗരത്തിൽ കൂടുതലായും മലിനീകരണം ഉണ്ടാകുന്നത്. വായുമലിനീകരണം ആസിഡ് മഴയ്ക്കും കാരണമാകാറുണ്ട്. ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ എന്നിവ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡും സൾഫർ ഓക്സൈഡ് എന്നിവ അന്തരീക്ഷത്തിൽ കലരുന്നത് മൂലം അതിന്റെ അളവ് ക്രമാതീതമായി കൂടുമ്പോഴാണ് ആസിഡ് മഴ ഉണ്ടാകുന്നത്. വായുമലിനീകരണം കാലാവസ്ഥാ വ്യതിയാനത്തിനും അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളുടെ ശോഷണത്തിനും കാരണമാകുന്നു. ഓസോൺ പാളികളുടെ ശോഷണം മനുഷ്യരാശിക്ക് വളരെയധികം വിപത്തുകൾ ഉണ്ടാക്കുന്നതാണ്. ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ പകരുന്നതിന് ഈ ഓസോൺ പാളിയുടെ ശോഷണം കാരണമാകുന്നു. വായുമലിനീകരണം മറ്റു ജന്തുജാലങ്ങളെയും വളരെയധികം ബാധിക്കാറുണ്ട്. വായുമലിനീകരണം തടയുന്നതിന് വളരെ കൂടുതലധികം വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും പൊതുവാഹനങ്ങൾ വളരെയധികം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വായുമലിനീകരണം തടയാനാകും.
വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വായു നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ഇത് തടയുന്നതിന് വേണ്ടി വ്യവസായശാലകളിലെ പുകക്കുഴലുകൾ വളരെ ഉയരത്തിൽ വെക്കുന്നത് മൂലം അന്തരീക്ഷത്തിൽ വായു നമ്മുടെ മനുഷ്യർക്കും ജന്തുക്കൾക്കും ദോഷകരമാകാത്ത രീതിയിൽ സ്ഥാപിക്കാൻ പറ്റാവുന്നതാണ്. ഇത്രേ എഴുതിയിട്ടുള്ളൂ മിസ്സേ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. മിസ്സേ സുബിത, എടാ വായു നമ്മളുടെ എയർ പൊല്യൂഷൻ നമ്മുടെ ടെസ്റ്റിലുള്ള പോർഷനും കൂടെ ഒന്ന് റീഡ് ചെയ്തേക്കോ. സുബിത, ഇപ്പൊ റീഡ് ചെയ്യാം മിസ്സേ. ഓക്കേടാ. Air pollution. Air pollution may be defined as the happening in air of any foreign animals or buildings. Thus, the contamination of air with dust, smoke, and harmful gases may be considered as air pollution. Causes of air pollution: means of transport, industrialization, fuel use, pesticides, deforestation, lack of proper disposal of garbage. Consequence of air pollution: effect of climate, effect on visibility, effect on agriculture, effect on man, effect on ozone layer, bad effect on vegetation and life in water. മീനിങ് പറയണോ? പ്രിപ്പയർഡ് ആണോ പറയാനായിട്ട്? സിമ്പിൾ അല്ലേ? നോക്കാം. പറയാൻ പറ്റുമോ ശ്രമിച്ചു നോക്ക്. എയർ പൊല്യൂഷൻ, ഡസ്റ്റും സ്മോക്ക്, അതേപോലെ മനുഷ്യന് ദോഷകരമായിട്ടുള്ള ഹാംഫുൾ ഗ്യാസസ് അന്തരീക്ഷ വാതകത്തിൽ കലരുന്നതിനെയാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്നത് വാഹനങ്ങളിൽ നിന്നും വരുന്ന പുകകള്, പിന്നെ വ്യവസായശാലകളിൽ നിന്നും വരുന്ന പുകകള്, പിന്നെ ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ, പെട്രോൾ, കൽക്കരി, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ്, പിന്നെ ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വളരെയധികം വെട്ടി നശിപ്പിക്കുന്നത് മൂലമുണ്ടാകുന്നത്, പിന്നെ ഗാർബേജുകൾ ഡിസ്പോസ് ചെയ്യുന്നതിൽ വരുന്ന പോരായ്മകൾ, ഇതൊക്കെയാണ് നമ്മുടെ എയർ പൊല്യൂഷന് കാരണമാകുന്നത്. ഇനി നമുക്ക് എയർ പൊല്യൂഷൻ എങ്ങനെയാണ് മനുഷ്യരാശിക്ക് ദോഷകരമാകുന്നത്? ഇഫക്റ്റ് ഓഫ് ക്ലൈമറ്റ്, കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകാറുണ്ട്. അതേപോലെ തന്നെ ഇഫക്റ്റ് ഓൺ വിസിബിലിറ്റി, കാഴ്ചയ്ക്ക് വളരെയധികം പുക പോലെ ഉണ്ടാകുമ്പോൾ അത് വിദൂര കാഴ്ചയ്ക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. ഡൽഹി പോലെയുള്ള നഗരത്ത് ഈ എന്താ പറയാ പുക കാരണം വളരെയധികം ബുദ്ധിമുട്ടാണുള്ളത്. ഇഫക്റ്റ് ഓൺ അഗ്രികൾച്ചർ, കാർഷിക മേഖലയെയും വായു മലിനീകരണം വളരെയധികം ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇഫക്റ്റ് ഓൺ മാൻ, മനുഷ്യരാശിക്ക് ശ്വാസമുട്ട് പോലെയുള്ള ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് ഈ വായു മലിനീകരണം കാരണമാകുന്നു. ഇഫക്റ്റ് ഓൺ ഓസോൺ ലെയർ, പുക ഓസോൺ ലെയറിനെ ശോഷണത്തിന് കാരണമാകുന്നു. പിന്നെ ബാഡ് ഇഫക്റ്റ് ഓൺ വെജിറ്റേഷൻ ആൻഡ് ലൈഫ് ഇൻ വാട്ടർ, വെള്ളം, ഈ പുക മലിനീകരണം വെള്ളത്തിനെയും പിന്നെ അതേപോലെ കാർഷിക വെജിറ്റേഷൻ മേഖലയിലേക്ക് വളരെയധികം ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. ലാൻഡ് പൊല്യൂഷൻ. ആരാണ് ലാൻഡ് പൊല്യൂഷൻ എടുക്കുന്നത്? മിസ്സേ നിന്നോടാ? അല്ല, ഞാൻ ആയിരുന്നില്ലേ, അപ്പൊ ഞാൻ എയർ പൊല്യൂഷൻ തന്നെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. ആണോ? നമ്മൾ പ്രസന്റ് ചെയ്തോ എയർ പൊല്യൂഷൻ. ഓക്കെ. Air pollution. Air pollution is one of the most serious environmental problems faced by the world today.
It affects not only humans but also animals, plants, and the entire ecosystem. വായുമലിനീകരണം എന്നത് ലോകം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഇത് മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും സസ്യങ്ങളെയും മുഴുവൻ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നു. ഇതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് harmful or excessive quantities of substances in the air we breathe. These substances can be gases, dust, fume, or smoke that make the air harmful for living beings. നാം എയർ പൊല്യൂഷന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ദോഷകരമായതോ അമിതമായതോ ആയ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നതിനെയാണ് വായുമലിനീകരണം എന്ന് പറയുന്നത്. ഈ വസ്തുക്കള്, വാതകങ്ങള്, പുക അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ദോഷകരമായ പുക എന്നിവയൊക്കെ ആകാം. പിന്നെ കോസസ് ഓഫ് എയർ പൊല്യൂഷൻ, അത് വെഹിക്കിൾസ് എമിഷൻസ്. കാർ, ബസ് ആൻഡ് ട്രക്സ് release harmful gases like carbon monoxide and nitrogen oxides. Industrial activities. Factories emit smoke and chemicals into the air. Burning of fossil fuels. Coal and oil burning release large amount of pollutions. Deforestation. Fewer of trees mean less oxygen and more carbon dioxide in the air. Agricultural activities. Pesticide and fertilizers release harmful chemicals. അതായത് വായുമലിനീകരണത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുക പുറന്തള്ളുന്നതിനെയാണ്. അത് കാറ്, ബസ് ആൻഡ് ട്രക്ക് റിലീസ് ഹാംഫുൾ ഗ്യാസസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്. അതായത് കാറിനും ബസ്സിൽ നിന്നൊക്കെ വരുന്ന കാർബൺ മോണോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ പുറത്തു തരുന്നത് എയർ പൊല്യൂഷൻ ഒരു കാരണമാണ്. പിന്നെ വ്യാവസായിക പ്രവർത്തനങ്ങൾ, ഫാക്ടറിയിൽ നിന്നും ഒക്കെ വരുന്ന കെമിക്കൽസ്, രാസവസ്തുക്കൾ ഒക്കെ ഇതിനൊരു കാരണമാണ്. പിന്നെ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, കോൾ ആൻഡ് ഓയിൽ ബേണിംഗ്, അതായത് കൽക്കരി, എണ്ണ എന്നിവ കത്തിക്കുമ്പോൾ വരുന്ന മലിനീകരണ വസ്തുക്കൾ, അതും ഒരു കാരണമാണ്. പിന്നെ ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം, അത് മരങ്ങൾ കുറയുന്നത്, പിന്നെ വായുവിൽ ഓക്സിജൻ കുറയുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതിനും കാരണമാകുന്നു. അത് വലിയ തോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഓക്സിജന്റെ അളവ് കിട്ടാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നു. പിന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ അത് കീടനാശിനികളും രാസവളങ്ങളും ദോഷകരമാണ്. അത് ഭയങ്കരമായിട്ടുള്ള കെമിക്കൽസ് ആണ് പുറത്തു വിടുന്നത്. അതുപോലെ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ, കോസസ് ആൻഡ് respiratory problems like asthma and bronchitis. അതായത് പിന്നെ ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഡാമേജസ് പ്ലാന്റ്സ് ആൻഡ് ക്രോപ്സ്, കോൺട്രിബ്യൂട്ട്സ് ടു ആസിഡ് റെയിൻ, റെഡ്യൂസ് വിസിബിലിറ്റി ആൻഡ് ഹാംസ് വൈൽഡ് ലൈഫ്. അതായത് ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെ ആഗോള താപനത്തിനും കാലാവസ്ഥ വ്യതിയാനത്തിനും കാരണമാകുന്നു. പിന്നെ സസ്യങ്ങൾക്കും അതിൻ്റെ വിളകൾക്കൊക്കെയുള്ള നാശത്തിന് കാരണമാകുന്നു. പിന്നെ കോൺട്രിബ്യൂട്ട്സ് ടു ആസിഡ് റെയിൻ, അതായത് ആസിഡ് മഴയ്ക്ക് അതൊരു കാരണമാണ്. പിന്നെ കാഴ്ച കുറയ്ക്കുന്നു, വന്യജീവികൾക്കും അത് ഭയങ്കരമായിട്ട് ദോഷമായി മാറുന്നു. പിന്നെ പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് പ്രതിരോധ നടപടികൾ, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓർ കാർപൂൾ, റെഡ്യൂസ് വെഹിക്കിൾ ഇമിഷൻസ്, അതായത് പൊതുഗതാഗതം ഉപയോഗിക്കുക, വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുക. പിന്നെ പ്ലാൻ മോർ ട്രീസ് ടു പ്യൂരിഫൈ ദ എയർ, വായു ശുചിയാക്കാനായിട്ട് കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ യൂസ്
renewable energy sources like solar and wind power. പിന്നെ സൗരോർജം, പിന്നെ കാറ്റിൽ നിന്നുള്ള ഊർജങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അവോയ്ഡ് ബേണിംഗ് വേസ്റ്റ് മെറ്റീരിയൽ, അതായത് വായുവില് വേസ്റ്റ് മെറ്റീരിയൽ കത്തിക്കുന്നത് അത് പുക കൂടുതലാവുമ്പോൾ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. കൺക്ലൂഷൻ. പിന്നെ എൻഫോഴ്സ് സ്ട്രിക്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ലോസ് ഫോർ ഇൻഡസ്ട്രീസ്. Conclusion. Air pollution is global issue that requires collective effort from every individual. Small actions like planting a tree or using less plastic can make a big difference. Let us all work together to make our air clean and save our future generations. Thank you. അതായത് വായുമലിനീകരണം എന്നത് അത് ഉണ്ടാവാതിരിക്കാൻ ഓരോ വ്യക്തിയും കൂട്ടായ പരിശ്രമം ആവശ്യമുള്ള പ്രശ്നമാണ്. പിന്നെ ഒരു മരം നടുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ വായു ശുദ്ധവും സുരക്ഷിതവുമാക്കാൻ നമുക്കെല്ലാവർക്കും, അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു മാം. സൗണ്ട് പൊല്യൂഷൻ ആർക്കായിരുന്നു സെമിനാർ? എനിക്കായിരുന്നു. ഓ സോറി, വായു കഴിഞ്ഞിട്ട് ലാൻഡ് അല്ലേ? സോറിയുടെ സൗണ്ട്. 1 മിനിറ്റ്, ലാൻഡ് ആരായിരുന്നു? ലാൻഡ് പൊല്യൂഷൻ അറിയാം. ഓക്കെ, അത് കുഴപ്പമില്ല, അത് അവിടെ നിൽക്കട്ടെ. സൗണ്ട് പൊല്യൂഷൻ എടുത്തോട്ടോ. യെസ് മിസ്. സൗണ്ട് പൊല്യൂഷൻ അഥവാ ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ അമിതമായിട്ടും അനാവശ്യമായിട്ടുമുള്ള സൗണ്ട്സിന്റെ പ്രസൻസ് ഹ്യൂമൻ ബീയിങ്സിനും ആനിമൽസിനും ഹാംഫുൾ ആവുമ്പോഴാണ് അതിന് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സൗണ്ടിന് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്, dB. 65 dB വരെയുള്ള സൗണ്ട് ആണ് സേഫ് ആയിട്ടുള്ളത്. അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഹാംഫുൾ ആണ്, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. കോമൺ കോസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾസിൽ നിന്നും, പിന്നെ ഇൻഡസ്ട്രിയൽ മെഷീനറി, ലൗഡ് സ്പീക്കർ, കൺസ്ട്രക്ഷൻ വർക്ക്, ഹൗസ് ഹോൾഡ് അപ്ലയൻസ് എന്നൊക്കെയുള്ള അമിതമായിട്ടുള്ള ശബ്ദങ്ങളാണ് സൗണ്ട് പൊല്യൂഷന്റെ മേജർ ആയിട്ടുള്ള കോസസ്. നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത് ഹിയറിംഗ് ലോസ് ഉണ്ടാകാനും, പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, സ്ട്രെസ്, ആങ്സൈറ്റി, ഹാർട്ട് പ്രോബ്ലം, കോൺസെൻട്രേഷൻ പ്രോബ്ലംസ്, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ ആനിമൽസിനും ഇത് ഒരുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. സമുദ്ര ജീവജാലങ്ങൾക്കും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കടലിൽ ഉണ്ടാകുന്ന ഈ ശബ്ദ മലിനീകരണം മൃഗങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, പിന്നെ ഭക്ഷണ ശോധനത്തിനൊക്കെ തടസ്സം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള കർട്ടൻസ് യൂസ് ചെയ്യുക, വാഹനങ്ങളുടെ ഹോൺ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, പിന്നെ മെഷീനറീസ് എല്ലാം ശരിയായിട്ട് പരിപാലിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ശബ്ദ മലിനീകരണം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതോടൊപ്പം ശബ്ദ മലിനീകരണം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ പരാതിയും നൽകാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, സ്കൂൾസ് എന്നിവയുടെ സമീപത്തും ഈ സൗണ്ട് നിയന്ത്രിക്കേണ്ടതാണ്. പൊതുവായിട്ട് സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവയർനെസ് കൂടി കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ് എല്ലാവർക്കും നല്ലത്. ലെറ്റ്സ് കീപ് അവർ സറൗണ്ടിങ്സ് കാം ആൻഡ് ഹെൽത്തി. താങ്ക് യു. മിസ് കഴിഞ്ഞിട്ട്. നന്നായിരുന്നു കേട്ടോ, അഴകാ. താങ്ക് യു മിസ്. സൗണ്ട് പൊല്യൂഷൻ പോലെ ടെസ്റ്റിലേക്ക് ഒന്ന് റീഡ് ചെയ്ത് പറയാൻ പറ്റൂലേ? ഓക്കെ. Sound pollution. Unwanted sound is simply called noise, the intensity of which is usually measured in a unit called decibel. അനാവശ്യമായിട്ടുള്ള സൗണ്ടിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഈ സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. The mildest sound that humans hear directly is called threshold of hearing.
അങ്ങനെ തന്നെയല്ലേ വായിക്കുക? അതെടാ വായിച്ചോട്ടാ. ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റിയ മൈൽഡ് ആയിട്ടുള്ള സൗണ്ടിന് ആണ് പറയുന്നതാണ് ത്രിഷോൾഡ് ഓഫ് ഹിയറിംഗ് എന്ന്. പിന്നെ വെഹിക്കിൾസ്, ലൗഡ് സ്പീക്കർ, മാസ് മീഡിയ, ഇൻഡസ്ട്രീസ്, ഡിഫൻസ് എക്യുപ്മെന്റ് എന്നൊക്കെ ഉണ്ടാവുന്ന സൗണ്ട്സ് ആണ് ഈ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. കോൺസിക്വൻസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഡെഫ്നെസ് അല്ലേ വരുന്നത്? അവിടെ ഡിയർനെസ് എന്നാണ് ഉള്ളത്. ഓക്കെ. കേൾവി നഷ്ടപ്പെടുക, എഫക്റ്റ് ഓൺ പ്രഗ്നന്റ് വുമൺ, ഗർഭിണികളായ സ്ത്രീകൾക്ക് അത് എഫക്ട് ചെയ്യും സൗണ്ട് പൊല്യൂഷൻ. പിന്നെ എഫക്റ്റ് ഓൺ നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും. പിന്നെ ഇൻഡിവിജ്വൽസിന്റെ എഫിഷ്യൻസി ഒക്കെ ഈ സൗണ്ട് പൊല്യൂഷൻ എഫക്ട് ചെയ്യും. കഴിഞ്ഞു. ഓക്കേടാ. ഡിയർനെസ് ആണ് ട്ടോ. അതൊന്ന് എടുത്തേനെ. ഡെഫ്നെസ് ആണ് നമ്മള് കോമൺ ചൈൽഡ് ഡിസീസ്, സോറി ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഹിയറിംഗ് ഇംപവർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു സൗണ്ട് പൊല്യൂഷൻ പ്രശ്നമാണ്. അതേപോലെ സൗണ്ട് പൊല്യൂഷൻ കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് അത് ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ജനിക്കാനിരിക്കുന്ന കുട്ടികളെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പൊല്യൂഷൻ റേഡിയേഷൻ ആണ്. റേഡിയേഷൻ ആരാ എടുക്കുന്നത്? ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ. ശരി. റേഡിയേഷൻ പൊല്യൂഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് നമ്മൾ അതിനെ പറയും. ഈ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എയറിലേക്കോ വാട്ടറിലേക്കോ സോയിലിലേക്കോ ഒക്കെ ഉപേക്ഷിക്കപ്പെടുന്നത് മൂലം എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പൊല്യൂഷനെയാണ് നമ്മൾ റേഡിയേഷണൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. ഇത് നമ്മുടെ ലിവിങ് സെൽസിനെയും DNA ഒക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. ഇത് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും. പിന്നെ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കൂടുതലായിട്ടും പുറത്തേക്ക് വിടുന്ന ആ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ആണവോർജം നിർമ്മിക്കുന്നവര്, പിന്നെ ഈ മെഡിക്കൽ ഡയഗ്നോസിസ് സെന്ററുകാര്, പിന്നെ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികൾ, റേഡിയോ തെറാപ്പി ഒക്കെ ചെയ്യുന്നവര്, പിന്നെ ഈ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നവര്, അവരൊക്കെയാണ് കൂടുതലായിട്ടും ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കുന്നത്. പിന്നെ ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങൾ അല്ലെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസ് വരുന്ന ആ സോഴ്സുകൾ. ഒന്നാമത്തേതാണ് ന്യൂക്ലിയർ ആക്സിഡന്റിലൂടെ ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ അന്തരീക്ഷത്തിലേക്ക് വരും. അപ്പം ന്യൂക്ലിയർ ആക്സിഡന്റ് എന്ന് പറയുന്ന ആണവ നിലയങ്ങളിലെ സാങ്കേതിക തകരാറുകളോ അല്ലെ മനുഷ്യന്റെ പിഴവുകളോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ കാരണം റേഡിയേഷൻ പുറത്തു വരുന്ന അവസ്ഥയാണ് ന്യൂക്ലിയർ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ന്യൂക്ലിയർ ആക്സിഡന്റുകളാണ് ഒന്ന് ചെർബോണിൽ ദുരന്തവും പിന്നെ ഫുക്കുഷീമ ദുരന്തവും. ചെർണോബിൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് 1986 ഏപ്രിൽ 26 ഉക്രൈനിലെ ചെർണോബിൽ ആണയ നിലയത്തിലെ 4ാം നമ്പർ റിയാക്ടറിൽ നടന്ന സ്ഫോടനമാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം നിയന്ത്രണം വിട്ടതാണ് ഈ മഹാദുരന്തത്തിലേക്ക് നയിച്ചത്. ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന അമിതമായ മർദ്ദം കാരണം റിയാക്ടറുകൾ പൊട്ടിത്തെറിക്കുകയും വലിയ അളവിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമെന്ന് പറയുന്നത് അപകടത്തിന് ശേഷം 10,000-കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. പിന്നെ 10,000-കണക്കിലോളം ആളുകൾക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെടുകയും ചെയ്തു. പിന്നെ ഫുക്കുഷീമ ദുരന്തം എന്ന് പറയുന്നത് 2011 മാർച്ച് 11 ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം ഫുക്കുഷിമയിലെ ആണവ നിലയത്തിൽ സംഭവിച്ച ഒരു അപകടമാണ്. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് സുനാമി തിരകള് ആണവ നിലയത്തിന്റെ വൈദ്യുത സംവിധാനത്തെ തകരാറിലാക്കി. ഇത് റിയാക്ടറുകൾ തണുപ്പിക്കുന്നതിനുള്ള പമ്പുകളുടെ പ്രവർത്തനം ഇല്ലാതാകാൻ കാരണമായി. അപ്പൊ അത് തണുപ്പിക്കാനുള്ള സംവിധാനം ഇല്ലാതെ വന്നപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. പിന്നീടുണ്ടായ ഹൈഡ്രജൻ സ്ഫോടനങ്ങള് വലിയ ദുരന്തത്തിലേക്കും ഈ ആണവ കേന്ദ്രത്തിന്റെ വലിയ ചോർച്ചയിലേക്കും നയിച്ചു.
ഇത് അത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകാനായിട്ട് കാരണമായി. ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്ന വലിയ തോതിലുള്ള ആണവ വികിരണങ്ങൾ അന്തരീക്ഷത്തിലേക്കും കടലിലേക്കും വ്യാപിച്ചു. അതുമൂലം അവിടുത്തെ പ്രദേശത്തെ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും 10,000-കണക്കിന് ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ രണ്ട് ദുരന്തങ്ങളും ലോകത്തിന് വലിയ പാഠങ്ങളാണ് നൽകുന്നത്. ആണവ സുരക്ഷയുടെ പ്രാധാന്യം, മനുഷ്യന്റെ പിഴവുകൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ആണവ നിലയങ്ങൾക്ക് എത്രമാത്രം ഭീഷണി ഉണ്ടാകുന്നുണ്ടെന്ന് ഈ രണ്ട് ദുരന്തങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത് ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ അന്തരീക്ഷത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ കാരണമാണ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്. ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് ഈ അണുവിഘടനത്തിലൂടെയോ അണുസംയോജനത്തിലൂടെയോ ഭീമാകാരമായ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ആയുധങ്ങളാണ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ച അണുബോംബുകളാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ന്യൂക്ലിയർ വെപ്പൺസ്. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഈ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എൻവയോൺമെന്റിലേക്ക് വരും. അത് ഒരു പൊല്യൂഷൻ ആയിട്ട് അവിടെ കിടക്കും. പിന്നെ യുറേനിയ 235 പോലെയുള്ള അണുവിഘടന ശേഷിയുള്ള പദാർത്ഥങ്ങളാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു തവണ ഇതിന്റെ സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ വലിയ അളവിലുള്ള താപവും പ്രകാശവും പുറത്തേക്ക് വരും. സ്ഫോടന ശേഷം ഉണ്ടാകുന്ന റേഡിയേഷൻ പതിറ്റാണ്ടുകളോളം ദുരന്തങ്ങൾ വിതയ്ക്കും. നിലവില് 9 രാജ്യങ്ങൾക്കാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്. റഷ്യ, അമേരിക്ക, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഉത്തര കൊറിയ. അതിൽ ഇസ്രായേലിന് മാത്രം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഇതുണ്ടെന്നുള്ളത്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ലോക സമാധാനത്തിനും മാനവരാശിക്കും തന്നെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ വ്യാപനം തടയുന്നതിനും ഇല്ലാതാക്കുന്നതിനും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ദക്ഷിണാഫ്രിക്ക സ്വമേധയാ ഈ ന്യൂക്ലിയർ വെപ്പൺസ് സ്വന്തമായിട്ട് നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ലോകത്തിന് മുമ്പിൽ മാതൃകയായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ അടുത്ത റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ ഒരു കാരണമാണ് ന്യൂക്ലിയർ വേസ്റ്റ്. ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നത് ആണവോർജ ഉൽപാദനം മൂലം, അല്ലെങ്കിൽ ആണവ ഗവേഷണം മൂലം, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന്, അല്ലെങ്കിൽ വ്യവസായശാലകളിൽ നിന്ന് ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളാണ് ന്യൂക്ലിയർ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവ വളരെ അപകടകാരികളും ദീർഘകാലം റേഡിയോ ആക്റ്റീവ് സ്വഭാവം നിലനിർത്തുന്നവയുമാണ്. അതിനാൽ ഇവയുടെ സുരക്ഷിതമായ കൈകാര്യം ചെയ്യലും സംരക്ഷണവും അത്യാവശ്യമാണ്. ന്യൂക്ലിയർ വേസ്റ്റുകൾ സോളിഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും ഏത് ഫോമിൽ വേണേലും അത് നിലനിൽക്കും. ന്യൂക്ലിയർ വേസ്റ്റുകൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് ഹൈ ലെവൽ വേസ്റ്റുകൾ എന്നും ലോ ലെവൽ വേസ്റ്റുകൾ എന്നും. ഹൈ ലെവൽ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ആണവ റിയാക്ടറുകളിൽ നിന്നുള്ള ഉയർന്ന അളവിലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ ഇവയുടെ അങ്ങനെയുള്ളതിനെ ആണവ റിയാക്ടറുകളിൽ നിന്ന് വരുന്ന ഉയർന്ന അളവിലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഹൈ ലെവൽ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് കൂടുതൽ കാലം ഈ റേഡിയോ ആക്റ്റീവ് സ്വഭാവം നിലനിർത്താനായിട്ട് കഴിയും. അതുകൊണ്ട് അത് കൂടുതൽ അപകടകാരിയുമായിരിക്കും. പിന്നെ ലോ ലെവൽ ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ വേസ്റ്റുകളോ വ്യവസായശാലകളിൽ നിന്നോ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചെറിയ അളവിലുള്ള മാലിന്യങ്ങളാണ്. അത് കടലാസുകളോ തുണികളോ കോട്ടനോ ചെറിയ ഉപകരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്കാണ് അതിന്റെ റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ളൂ. അതുകൊണ്ട് അതിന് അപകട സാധ്യതകളും കുറവായിരിക്കും. പിന്നെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വേറൊരു കാര്യമാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളും അതിന്റെ ഡിസ്ചാർജുകളും. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനെ വിഭജിച്ച് താപമുണ്ടാക്കി ആ താപം കൊണ്ട് വൈദ്യുതി നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ കൽക്കരി കത്തിച്ച് അതിന്റെ താപം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കിയിരുന്ന അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. പക്ഷെ പണ്ട് കൽക്കരി ഉപയോഗിച്ചെടുത്ത് ഇപ്പൊ യുറേനിയം പോലെയുള്ള ആണവ ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ യുറേനിയം പോലെയുള്ള ആണവ ഇന്ധനം ഉപയോഗിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കും. ആ വെള്ളം തിളപ്പിച്ച് ആ ചൂട് കൊണ്ട് നീരാവി ഉണ്ടാക്കും. ആ നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് കറക്കും. അത് കറങ്ങുന്നത് മൂലം ജനറേറ്ററുകൾ പ്രവർത്തിക്കും. ആ ജനറേറ്ററുകളുടെ പ്രവർത്തനം മൂലമാണ് വൈദ്യുതി ഉണ്ടാകുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനമാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് ആണവ ഇന്ധനങ്ങൾ, ഉപയോഗിച്ച ഉപകരണങ്ങൾ, ഫിൽട്ടറുകൾ എല്ലാം അവിടെ നിന്ന് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളാണ്.
ഇത് കൂടാതെ ഈ പവർ പ്ലാന്റിൽ വളരെയധികം താപം പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ താപം പുറത്തേക്ക് വരുന്നതും അത് അന്തരീക്ഷത്തിന്റെ താപനില കൂട്ടുന്നതിന് കാരണമാകും. പിന്നെ ചെറിയ അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഇത്തരം പവർ പ്ലാന്റുകളിൽ നിന്നും പുറത്തേക്ക് വരാറുണ്ട്. പിന്നെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ഉണ്ടാകാനുള്ള വേറൊരു കാരണമാണ് റേഡിയോളജിക്കൽ ഡിസ്പേഴ്സൽ ഡിവൈസസ് അഥവാ RDD എന്ന് പറയുന്നത്. അതൊരു സാധാരണ സ്ഫോടക വസ്തുവാണ്. അതിന്റെ കൂടെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ആയുധം ഉണ്ടാക്കും. ഒരു സാധാരണ സ്ഫോടക വസ്തുവും ഒരു റേഡിയോ ആക്റ്റീവ് പദാർത്ഥവും ചേർത്ത് ഒരു പുതിയ വസ്തു ഉണ്ടാക്കും, ഒരു പുതിയ ആയുധം. അതിന് ഡേർട്ടി ബോംബ് എന്നൊരു പേരും കൂടിയുണ്ട്. ഇത് ചെയ്യുന്നത് ഒരു സ്ഫോടനത്തിലൂടെ ഒരു വലിയ പ്രദേശത്തെ മുഴുവൻ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളെ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് അവിടുത്തെ ആളുകളിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കാനും ആ പ്രദേശം മുഴുവനും റേഡിയേഷൻ കൊണ്ട് മലിനമാക്കാനും പിന്നെ അവിടുത്തെ ജനജീവിതത്തെ തടസ്സപ്പെടുത്താനും ആണ് പ്രധാനമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു കുറേ കാലത്തേക്ക്, ഏറെ വർഷങ്ങളേക്ക് ആ പ്രദേശം ശൂന്യമായിട്ട് കിടക്കാനും അവിടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഇത്തരം റേഡിയേഷൻസ് ബാധിച്ച ആളുകളെ ചികിത്സിക്കാനും അങ്ങനെയുള്ള പ്രദേശങ്ങൾ നമുക്ക് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കാനും വളരെയധികം സമയവും വളരെയധികം പണവും ആവശ്യമാണ്. ഇത്രയൊക്കെ രീതികളിൽ കൂടെയാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനുകൾ നമ്മുടെ മനുഷ്യ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ സെല്ലുലാർ ആൻഡ് ജനറ്റിക് ഡാമേജ്. സെല്ലുലാർ ഡാമേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലെ നല്ല കോശങ്ങളെ എല്ലാം നശിപ്പിച്ചു കളയും. പിന്നെ ജനറ്റിക് ഡാമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലുകളുടെ ഉള്ളിലെ DNA-കൾക്ക് സംഭവിക്കുന്ന മാറ്റമാണ്. അപ്പൊ ഈ DNA-കളുടെ സാധാരണ പ്രവർത്തനം തകരാറിലാകും. അങ്ങനെ സാധാരണ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നത് മൂലം സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാകും. അത് ഈ ചുവന്ന രക്താണുക്കളുടെ DNA-യിൽ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ പ്രവർത്തിക്കും. അന്നേരം ആ ചുവന്ന രക്താണുക്കളുടെ ആ സെല്ലുകൾക്ക് ഷേപ്പ് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഷേപ്പ് വ്യത്യാസം കൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്. പിന്നെ ഈ ജനറ്റിക് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് അടുത്ത തലമുറയിലേക്കും കൂടെ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ക്യാൻസർ ഇൻക്രീസ് ചെയ്യും. അത് തൈറോയിഡ് ക്യാൻസർ, ലങ്സ് ക്യാൻസർ, രക്തത്തിലെ ലുക്കീമിയ പോലുള്ള അങ്ങനത്തെ ക്യാൻസറുകളൊക്കെ വളരെയധികം ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് മൂലം ഉണ്ടാകും. പിന്നെ ഉണ്ടാകുന്ന ഹെയർ ലോസ്, ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും പിന്നെ മൗത്ത് സോഴ്സ്, വായ്ക്കുള്ളിലെ ഈ പൊട്ടുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഇതുകൊണ്ട് വരും. പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറെ അധികം സാരമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള വന്ധ്യതയ്ക്കും കാരണമാകും. പിന്നെ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ നമ്മുടെ ഹൃദയപേശികളെയും രക്തക്കുഴലുകൾക്കും പെട്ടെന്ന് കേടുപാടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഹിഡൻ ആയിട്ടുള്ള ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ നെർവ് പ്രോബ്ലംസ്, തലച്ചോറിന്റെയും നാഡീവ്യൂഹത്തിന്റെയും കോശങ്ങളെ ഇത്തരം റേഡിയേഷൻസുകൾ പെട്ടെന്ന് ബാധിക്കും. അപ്പൊ നമുക്ക് ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ബ്ലഡ് പ്രോബ്ലംസ് ഉണ്ടാകും. അമിതമായ ഇത്തരത്തിലുള്ള റേഡിയേഷൻ നമ്മുടെ അസ്ഥിമജ്ജയെ നശിപ്പിക്കും. ഇത് വിളർച്ച, രക്തസ്രാവം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് കാരണമാകും. പിന്നെ അകാല വാർദ്ധക്യം, നമ്മുടെ സെല്ലുകൾ നശിച്ച് അതിന്റെ സ്വാഭാവികമായ പ്രവർത്തനം നഷ്ടപ്പെടുന്നത് മൂലം അകാല വാർദ്ധക്യം നമുക്കുണ്ടാകും. പിന്നെ ചർമ്മത്തിലെ പൊള്ളലുകൾ, ഉയർന്ന അളവിലുള്ള ഈ റേഡിയേഷൻ നമ്മുടെ സ്കിന്നുകൾ ഒരു റെഡിഷ് കളറാക്കാനും സ്കിന്നുകൾക്ക് പൊള്ളലുണ്ടാക്കാനും കാരണമാകും. പിന്നെ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അൺവാണ്ടഡ് പ്രസൻസ്. അത് നമ്മൾ ഇങ്ങനെയുള്ള ഈ റേഡിയേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തും ആഗ്രഹിക്കാത്ത രീതിയിലും അത് പെട്ടെന്ന് അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഒരു നാച്ചുറൽ റേഡിയേഷൻ ലെവൽ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകും. പിന്നെ രണ്ടാമത്തെ ഈ റേഡിയേഷന്റെ ഒരു ക്യാരക്ടറാണ് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു തവണ ഇത് അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളോളം നിലനിൽക്കും. അത് പെട്ടെന്ന് നശിച്ചു പോകില്ല. അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇത് ഈ റേഡിയേഷൻ ഉണ്ടായ സമയത്തുള്ളതല്ലാതെ ഇനി വരുന്ന ഒരു തലമുറയ്ക്കും കൂടെ ഇത് പ്രശ്നമാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇനി ഒരുപാട് വർഷം കഴിഞ്ഞാലും ഇത് നിലനിൽക്കും. അപ്പൊ പിന്നീട് ഉണ്ടാകുന്ന തലമുറയും ഇത് ബാധിക്കും. പിന്നെ
വൈഡ് ഡിസ്പേഴ്സൽ, അതായത് ഈ കാറ്റിലോ അല്ലെ കടലിലോ പുഴയിലോ ഒക്കെയാണ് ഇത്തരം റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ വീഴുന്നതെങ്കിൽ കടലിൽ ഒഴുകി മൊത്തം സ്പ്രെഡ് ആകും. പുഴയിലാണെങ്കിൽ അത് പുഴ ഒഴുകുന്ന അത്രയും സ്ഥലങ്ങളിലേക്കും അത് സ്പ്രെഡ് ആകും. കാറ്റിലാണെങ്കിൽ അത് കാറ്റ് വീശി പല സ്ഥലങ്ങളിൽ എത്തിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഈ സബ്സ്റ്റൻസുകൾ വീണ സ്ഥലത്തു നിന്നും വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒരുപാട് ആളുകൾക്ക് രോഗം വരാനുമുള്ള കാരണമാകും. പിന്നെ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസിന് എന്തെങ്കിലും ഒരു പരിഹാരം വേണമല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നങ്ങളാണല്ലോ. അപ്പം അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ ആണവ മാലിന്യങ്ങൾ വീണ്ടും ഉപയോഗിക്കാനുള്ള റീപ്രോസസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അവരത് പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്, ഇത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാലിന്യങ്ങളെ ദീർഘകാലം സംരക്ഷിക്കാനായിട്ട് ഈ ഭൂഗർഭ സംവിധാനങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ ഈ വൈദ്യുതി ഉണ്ടാകുമ്പോൾ ഒരുപാട് ചൂടുവെള്ളം, നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ചൂടുവെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ചൂടുവെള്ളമൊക്കെ ഒന്നെങ്കിൽ നേരിട്ട് പുഴയിലേക്ക് അങ്ങനെയുള്ള ജലാശയത്തിലേക്ക് ഒഴുക്കി വിടുക, അപ്പോൾ അപകട സാധ്യത കുറയും. അതല്ലെങ്കിൽ ഈ കൂളിംഗ് ടവറുകൾ ഉപയോഗിച്ച് അതിനെ കൂൾ ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വിടുക. പിന്നെ ആണവ നിലയങ്ങളുടെ അപകട സാധ്യതകൾ ഒഴിവാക്കാനായിട്ട് ചങ്ങല പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതൊരു കൺട്രോൾ റോഡുകളാണ്. അപ്പൊ നമ്മുടെ ഈ ചങ്ങല അലാം പോലെ അടിക്കും എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത്. അപ്പൊ അത് പെട്ടെന്ന് ആ അപകടം ഒഴിവാക്കാനോ അല്ല ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാനോ ഒക്കെ ഈ ചങ്ങല സംവിധാനം സഹായിക്കും. പിന്നെ ചൂടധികം പുറത്തേക്ക് വരുന്ന പ്രവർത്തനങ്ങളിലൊക്കെ കൂളിംഗ് സിസ്റ്റം വെച്ച് അതിന്റെ ചൂട് കുറച്ച് അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കണം. പിന്നെ റേഡിയേഷൻ പുറത്തു പോകാതിരിക്കാനായിട്ട് ശക്തമായ കെട്ടിടങ്ങളും കവചങ്ങളും ഒക്കെ ഉണ്ടാക്കി റേഡിയേഷൻ പുറത്തു പോയി ആളുകൾക്ക് ഹാംഫുൾ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് സുരക്ഷിതമായ രീതിയിൽ പരിസ്ഥിതിക്കും മനുഷ്യർക്കും ഒന്നും ദോഷം വരാത്ത രീതിയിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും ഇതിനായിട്ട് പാലിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അവരാണ് ഇത്തരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. പിന്നെ അതിന്റെ പാക്കേജിങ്, ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾ അല്ലെ അതിന്റെ വേസ്റ്റുകൾ ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിന്റെ പാക്കിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അപകട സാധ്യത ഉള്ളതും ഇല്ലാത്തതും രണ്ടായിട്ട്, അപകട സാധ്യത കൂടിയതും കുറഞ്ഞതും രണ്ടായിട്ട് തരംതിരിച്ച് 2 രീതിയിൽ പാക്ക് ചെയ്ത് ആ പാക്കേജിന്റെ പുറത്ത് അതിന്റെ അപകട സാധ്യത എഴുതി വെച്ച് ISO മാർക്കോട് കൂടി വേണം നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. പിന്നെ ലേബൽ ചെയ്യണം. ലേബൽ ചെയ്യുമ്പോഴും ഇതിൽ തീവ്രത കുറഞ്ഞത് കൂടിയതെന്ന് കറക്റ്റായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാകണം. അതിൽ ചിഹ്നങ്ങളും ചിത്രങ്ങളും എല്ലാം പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, വേറെ ആൾ പുറത്തുനിന്ന് വന്നത് ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ അതിനെ ലേബൽ ചെയ്ത് കൊണ്ടുപോകാൻ. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ഗതാഗത മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡോ റെയിലോ വ്യോമസേനയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനം എന്താണെന്നും അതിന്റെ അപകട സാധ്യത എന്താണെന്നും മനസ്സിലാക്കി അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ അതിന് പരിശീലനം, ഇത് കൊണ്ടുപോകുന്ന ഡ്രൈവർമാര് അവര് പരിശീലനം കൊടുത്തവരായിരിക്കണം. വെറുതെ പോകുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഡ്രൈവർമാരായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അവരതിന്റെ സാഹചര്യങ്ങളും നടപടിക്രമങ്ങളും അതിന്റെ അപകട സാധ്യതകളും എല്ലാം അറിഞ്ഞിട്ട് വേണം, അതെല്ലാം പരിശീലിപ്പിച്ച ഒരു ഡ്രൈവറെ കൊണ്ട് മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സാധനം കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ അതിന്റെ യാത്രാരേഖകൾ, അപ്പൊ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് അതെന്ത് സാധനമാണെന്നും അതിന്റെ പേരെന്താണെന്നും അതിന്റെ അളവ് എന്താണെന്നും അതിന്റെ അപകട സാധ്യത എന്താണെന്നും കറക്റ്റായിട്ട് എഴുതിയ ഒരു യാത്രാരേഖ ഇത് കൊണ്ട് പോകുന്ന ആളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിയമപരമായ അനുമതി ഉണ്ടായിരിക്കണം. അതായത് ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും അതിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് ആണവോർജ റെഗുലേറ്ററി ബോർഡുകളാണ്. അവരുടെ അടുത്ത് നിന്ന് കൃത്യമായ നിയമപരമായ അനുമതി മേടിച്ചുകൊണ്ട് മാത്രമാണ് ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അപകട സാധ്യത കുറയ്ക്കൽ,
അപകട സാധ്യത കുറയ്ക്കാനായിട്ട് നമ്മൾ എല്ലാ മുൻകരുതലുകൾ ഈ മുകളിൽ പറഞ്ഞ എല്ലാ മുൻകരുതലുകളും എടുക്കണം. അതുകൂടാതെ നമ്മൾ സുരക്ഷിതമായ റൂട്ട് തിരഞ്ഞെടുക്കണം. ജനസാന്ദ്രത കുറഞ്ഞതായ വഴികൾ തിരഞ്ഞെടുക്കണം. അങ്ങനെയൊക്കെ അപകട സാധ്യത കുറഞ്ഞ മേഖലയിലൂടെ മാത്രമാണ് നമ്മൾ ഇത്തരം സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ നിയമങ്ങളും മുൻകരുതലുകളും ഒക്കെ കർശനമായി പാലിച്ച് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ സുരക്ഷിതമായ ഗതാഗതം നടത്തുന്നത് വഴി പൊതുജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ജനജീവിതത്തിനും എല്ലാ കുറേയധികം ദോഷങ്ങളിൽ നിന്ന് തടയാനും പ്രകൃതിയെ സംരക്ഷിക്കാനും കഴിയും. ഒരു പരിധിവരെ പ്രകൃതിയെ സംരക്ഷിക്കാനും മനുഷ്യജീവിതത്തെ സംരക്ഷിക്കാനും ഇത്തരം മുൻകരുതലുകൾ സഹായിക്കും. കഴിഞ്ഞു. താങ്ക് യു മാം. ഇതൊന്ന് റീഡ് ചെയ്യോടാ. നമ്മൾ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് പറയുന്നുള്ളൂ. Radiation pollution. Radioactive materials are most toxic as compared to organic poisons. ഓർഗാനിക് ആയിട്ടുള്ള പോയിസൺസിനേക്കാളും കൂടുതൽ ടോക്സിക് ആയ സാധനങ്ങളാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ വാർ മെറ്റീരിയൽ, ടെസ്റ്റ് എക്സ്പ്ലോഷൻസ്, വർക്കിംഗ് ഓഫ് പവർ പ്ലാന്റ് ആൻഡ് ദ യൂസ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് in medicines, industry and research are the main source of radioactive pollution. വർക്കിംഗ് പവർ പ്ലാന്റുകൾ, വാർ മെറ്റീരിയൽസ്, റേഡിയോ ഐസോട്ടോപ്പുകൾ, മെഡിസിൻസ്, ഇൻഡസ്ട്രി, റിസർച്ച് സെന്ററുകളിൽ നിന്നൊക്കെ ഇവരൊക്കെയാണ് റേഡിയേഷൻ പൊല്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത്. That could threaten to demand the quality of environment. ഇവര് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റിയെ തന്നെ അതെനിക്ക് മനസ്സിലായില്ല. കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ, നാച്ചുറൽ പ്രോസസ്. കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷന്റെ രണ്ട് കാരണങ്ങളാണ് നാച്ചുറൽ പ്രോസസ്സും ഹ്യൂമൻ ആക്ടിവിറ്റീസും. പ്രകൃതി ദുരന്തങ്ങൾ റേഡിയേഷൻ പൊല്യൂഷന് കുറേയൊക്കെ കാരണമാകുന്നുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്റെ ചില പ്രവൃത്തികളും റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. കോൺസിക്വൻസസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ, ആക്റ്റീവ് എഫക്റ്റ് ആൻഡ് ലേറ്റ് എഫക്റ്റ്. ഇതിന്റെ ആക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറെ പൊല്യൂഷൻ ഉണ്ടായി ആ കുറച്ച് ടൈമിലേക്കുള്ളതാണ് ആക്റ്റീവ് എഫക്റ്റ്. ലേറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം നിലനിന്ന് ഇനിയുള്ള ഒരു തലമുറയെ കൂടെ ബാധിക്കുന്ന അങ്ങനത്തെ റേഡിയേഷൻ പൊല്യൂഷനുകളും ഉണ്ട്. പൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായി മാം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടെ. ലിജിയാണോ? അതെ. പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ മാം. Water pollution. Water is one of the most important resources for life. However, water pollution has become a serious problem in today's world. It happens when harmful substances like chemicals, plastic, and waste mix with water, making it unsafe for humans and animals and plants. അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഇന്ന് വേൾഡ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത് കെമിക്കൽസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മുതലായവ വെള്ളത്തിൽ കലരുന്നതിലൂടെയാണ് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മനുഷ്യരിലും ആനിമൽസിലും പ്ലാന്റ്സിലും ഇത് ദോഷകരമായി ബാധിക്കുന്നു ഈ വാട്ടർ യൂസ് ചെയ്യുന്നതിലൂടെ. Causes of water pollution. There are many causes of water pollution. Factories dump harmful chemicals into rivers and lakes. Farmers use pesticides and fertilizers that wash into water bodies during rain. People throw garbage, plastic, and other waste into rivers and oceans. Oil spills from ships also polluted the water. വാട്ടർ പൊല്യൂഷൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഫാക്ടറിയിൽ നിന്നും ഡംപ് ചെയ്യുന്ന കെമിക്കൽസ് നദികളിലും ലേക്സിലും കലരുന്നതിലൂടെ വാട്ടർ പൊല്യൂട്ടഡ് ആകാറുണ്ട്. കൂടാതെ ഫാമേഴ്സ് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് മുതലായവ മഴ സമയത്ത് ഉപയോഗിക്കുന്നത് മൂലം വാട്ടർ പൊല്യൂട്ടഡ് ആകാറുണ്ട്. പീപ്പിൾസ് ഗാർബേജ്, പ്ലാസ്റ്റിക്, മറ്റ് അതർ വേസ്റ്റ് എല്ലാം റിവേഴ്സിലേക്കും ഓഷ്യൻസിലേക്കും വലിച്ചെറിയുന്നതിലൂടെയും ഓയിൽ സ്പിൽസ് ഷിപ്സിൽ നിന്ന് വെള്ളത്തിൽ കലരുന്നതിലൂടെയും വാട്ടർ പൊല്യൂഷൻ സംഭവിക്കാറുണ്ട്.
effect of water pollution. Water pollution has many harmful effects. It makes water unsafe for drinking, causing diseases like cholera and diarrhea. Polluted water kills fish and other aquatic animals. It also harms plants that grow in or near water. Furthermore, polluted water damages the balance of nature and affect everyone's life. അതായത് വാട്ടർ പൊല്യൂഷൻ നമ്മളെ ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത് ഈ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം കോളറ, ഡയേറിയ മുതലായ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. കൂടാതെ ഈ വാട്ടർ പൊല്യൂട്ടഡ് വാട്ടർ കിൽ ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ആനിമൽ, മീനുകളും മറ്റുള്ള അതർ അക്വാട്ടിക് ആനിമൽസിന്റെ മരണത്തിന് ഇടയാക്കുന്നു. കൂടാതെ നദികൾക്ക് അരികിലായിട്ട് നിൽക്കുന്ന പല മരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇത് ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നേച്ചറിന്റെ ബാലൻസിനെ തകരുന്ന വിധത്തിലാണ് വാട്ടർ പൊല്യൂഷൻ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Solutions to water pollution. To reduce water pollution, factories should treat waste before releasing it into water. Farmers can use natural fertilizers instead of harmful chemicals. People must stop throwing garbage and plastic into rivers. Government should make strict rules to protect water bodies. വാട്ടർ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടി ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഈ കെമിക്കൽസ് ഒക്കെ ആ ഫാക്ടറിയിൽ വെച്ച് തന്നെ സംസ്കരിക്കണം. അല്ലാതെ നദിയിലേക്ക് ഒഴുക്കി വിടാതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വാട്ടർ പൊല്യൂഷൻ കുറക്കാൻ സാധിക്കും. കൂടാതെ ഫാമേഴ്സ് ഹാംഫുൾ കെമിക്കൽസിന് പകരം നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. പീപ്പിൾസ് ഗാർബേജും പ്ലാസ്റ്റിക്കും റിവേഴ്സിലേക്ക് വലിച്ചെറിയാതിരിക്കുകയും ചെയ്യണം. കൂടാതെ ഗവൺമെന്റ് സ്ട്രിക്റ്റ് റൂൾസ് ഈ വാട്ടർ ബോഡീസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എടുക്കണം. കൺക്ലൂഷൻ: വാട്ടർ ഈസ് precious and we must protect it. Everyone should take steps to reduce water pollution and save clean water for future generations. Without clean water, life on earth cannot survive. Let us work together to keep our water clean and safe. അതായത് ജലം അമൂല്യമാണ്, അത് ഓരോരുത്തരും സംരക്ഷിക്കണം. കൂടാതെ വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയും ക്ലീൻ വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടിയും, അതായത് അനദർ ഫ്യൂച്ചർ ജനറേഷനിലേക്ക് വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാനും ക്ലീൻ വാട്ടർ സേവ് ചെയ്യാനും നാം ഓരോരുത്തരും ശ്രമിക്കണം. വിത്തൗട്ട് ക്ലീൻ വാട്ടർ ലൈഫ് ഓൺ എർത്ത് കനോട്ട് സർവൈവ്. അതായത് ശുദ്ധജലം ഇല്ലാതെ മനുഷ്യന് ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് വാട്ടർ ക്ലീൻ ആൻഡ് സേഫ് വാട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു ചേച്ചി. ഓക്കെ, ദെൻ സൗണ്ട് പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ ആണ് ആരെടുക്കാനേ അല്ലേ? കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ലായിരുന്നു. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് കേട്ടാ. ടീച്ചർ ഞാനും ചെയ്തിട്ടുണ്ടേ. മാം ഞാനും കാട്ടിയിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല പോസ്റ്റർ. ഓക്കെ, പ്രസന്റ് ചെയ്തു. 5 പ്രസന്റ് ചെയ്തു, നിങ്ങൾ പ്രസന്റ് ചെയ്തു കേട്ടോ. ക്യാമറ റൊട്ടേറ്റ് ചെയ്താൽ മതി, നമുക്ക് ടോപ്പിൽ. ഓക്കെ, അങ്ങനെ. ഓക്കെ, നന്നായിട്ടുണ്ട്. സൗണ്ട് എല്ലാ പൊല്യൂഷനും നോട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടാ. ചെയ്തിട്ടുണ്ട് കുറച്ച് പേസ്റ്റ്. ഓക്കേടാ, പേസ്റ്റ് ചെയ്തിരിക്കാനല്ലേ കുറച്ച്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മാം മറ്റേ ബീഡ്സിന്റെ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ.
ഓക്കെ, നന്നായിട്ട് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നമ്മളിനി ലാൻഡ് പൊല്യൂഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത് അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്തില്ലായിരുന്നു. ലാൻഡ് പൊല്യൂഷൻ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിച്ചാൽ മതിയോ? അടുത്ത ക്ലാസ്സിലോ? നെക്സ്റ്റ് ക്ലാസ് വരുന്ന ആരെടുക്കേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്? ഞാൻ പറയാം, അടുത്ത ക്ലാസ്സിൽ, അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ലാൻഡ് പൊല്യൂഷൻ എടുക്കാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് എന്നാ നമ്മള് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആക്ടുകൾ പാസ് ചെയ്തിട്ടുണ്ട്. ആക്ടും ആ ഇയറും ഒന്ന് നോട്ട് ചെയ്തേക്ക്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, the Water Act, the Water Prevention and Control of Pollution Act 1974 പാസ് ചെയ്തിരിക്കുന്നത്. The Air Prevention and Control Pollution Act 1981 പാസ് ചെയ്തത്. The Environmental Protection Act 1986 and the Motor Vehicle Act 1988. ഈ 4 ആക്ടുകളാണ് മെയിൻ ആയിട്ട് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട്, പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ള ആക്ടുകൾ. അത് ഏതൊക്കെ ആക്ട് ആണെന്നും അതിന്റെ ഇയറും ഒന്ന് നോട്ട് ചെയ്യാം എല്ലാവരും. ടീച്ചർ ഏറെ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയാമോ? അത് മിസ്സിംഗ് ആണ് ഈ ടെസ്റ്റില്. ആണോ? 186 ആണ് പേജ് നമ്പർ. അതില്ല, ആ ഒരു പോർഷൻ ഇല്ല. ടെസ്റ്റിൽ എന്തെങ്കിലും ഇതിൽ കാണുന്നില്ല, അപ്പൊ നിങ്ങളുടെയും കാണില്ല. ചിലപ്പോ അത് പ്രിന്റ് എടുത്തപ്പോഴത്തെ മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ കേട്ടോ. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊന്ന് നോക്കി എഴുതിയെടുക്കാം കേട്ടോ. The Environment Protection Act 1986. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ലാൻഡ് പൊല്യൂഷന്റെ സെമിനാർ ആണ്. നമ്മളപ്പോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ആവാൻ കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാണ്? ഞാൻ പറയാം. ഓക്കെ, അൻസ് പറഞ്ഞോടാ. Thank you, ma'am. We wanted to take a moment to express our heartfelt gratitude for the incredible learning experience you have provided us. Your patience and experts have made the significant impact on our understanding. Thank you for your dedication, support, and care. Thank you. Thank you all. Thank you. Thank you.